ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം ആദ്യത്തെ 16 ദിവസത്തിനുള്ളിൽ അവിടെ ഏറ്റവും കൂടുതൽ ശത്രുക്കളായിരുന്ന രണ്ട് വ്യക്തികളാണ് സിജോയും ജിൻഡോയും. അതിനിടയിലാണ് സിജോ 16 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയത്. പിന്നെ ജിൻഡോയുടെ ഒരു ആറാട്ട് തന്നെയായിരുന്നു. ജിൻഡോയ്ക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഗ്രാഫ് അങ്ങ് മേലോട്ട് തന്നെയായിരുന്നു. അതുപോലെ ഗ്രാഫ് അങ്ങ് മേലോട്ട് കയറി സിജോ ഇല്ലാതിരുന്ന സമയത്ത്. സിജോ ഉണ്ടായിരുന്നെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു പക്ഷേ ഇത്രയും ഫാൻ സപ്പോർട്ട് ഉണ്ടാകാതിരിക്കാം. ആ സമയത്ത് സിജോ സംസാരിക്കുന്ന സമയത്ത് ജിൻഡോയും സിജോയും തമ്മിലുള്ള വഴക്കിനിടയിൽ അവിടെ ജിൻഡോയെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ ജിൻഡോയ്ക്ക് എതിരെ തിരിയുന്നുണ്ടായിരുന്നു. പക്ഷേ സിജോ പോയതിനു ശേഷം ജിൻഡോയ്ക്ക് അവിടെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ നല്ലൊരു ഫൺ എലമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ജിൻഡോയുടെ ഗ്രാഫ് പിന്നീട് അങ്ങ് ഉയർന്നു. ഇപ്പോൾ സിജോയുടെ തിരിച്ചുവരവ് ജിൻഡോയെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നത്. കപ്പ് എനിക്ക് തന്നെ എന്ന് വിചാരിച്ചിരുന്ന ജിൻഡോയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ അടിയാണ് സിജോയുടെ തിരിച്ചുവരവ് എന്നാണ് അവിടെ ഇരുന്ന് ജാസ്മിൻ ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിലാണ് എന്ന് പറയാം. ജിൻഡോയ്ക്ക് ഏകദേശം ഉറപ്പാണ് ഞാൻ ടോപ്പ് 5-ൽ എത്തും. പക്ഷെ വിന്നർ ആവോ എന്ന് ഉറപ്പിക്കാറായിട്ടില്ല. പക്ഷെ ടോപ്പ് 5-ൽ എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം ജിൻഡോയ്ക്ക് 100% ഉറപ്പാണ്. ജിൻഡോ അതിനുള്ള കളികൾ ഈ 50 ദിവസത്തിനുള്ളിൽ 45 ദിവസത്തിനുള്ളിൽ കളിച്ചിട്ടുമുണ്ട്. പക്ഷെ സിജോയുടെ തിരിച്ചുവരവ്, സിജോയും ജിൻഡോയും തമ്മിൽ ഇനി എങ്ങനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിൽ ശത്രുക്കളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ശത്രുത മറന്നുകൊണ്ട് കൂട്ടായി നിന്ന് ഗെയിം കളിക്കാനൊന്നല്ല സിജോ വന്നിട്ടുള്ളത്. സിജോ എല്ലാവരോടും വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. എന്റെ അടുത്തൊന്ന് മുട്ടി നോക്കാൻ പറഞ്ഞിട്ട്, എന്നെ തോൽപ്പിക്കാനായി പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡോയുമായി ഒരു കൂട്ടുകെട്ടൊന്നും എന്തായാലും പ്രതീക്ഷിക്കേണ്ട. ജിൻഡോയുടെ ടീമിൽ പോലും അവിടെ ശ്രീതു ഇട്ടില്ല. ശ്രീതു ഇട്ടത് അർജുന്റെ ടീമിലാണ്, നെക്സ്റ്റ് ടീമിലേക്കാണ് ഇട്ടത്. എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇനി 2 ഗ്രൂപ്പായിട്ടാണ് അവിടെ മത്സരങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ സിജോയും ജിൻഡോയും ഇനി ശത്രുക്കൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ജിൻഡോയും സിജോയും തമ്മിലാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സിജോയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത്രയും ദിവസങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായി കളിച്ചാൽ മാത്രമേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയൂ. ജിൻഡോ ഓൾറെഡി മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ജിൻഡോയ്ക്ക് വളരെ ചെറിയ രീതിയിൽ കളിച്ചാൽ പോലും അവിടെ യാതൊരു പ്രശ്നവും വരില്ല എന്നുള്ളത് കൊണ്ട് ഇനി നമുക്ക് കാണാനിരിക്കുന്നത് ജിൻഡോയും സിജോയും തമ്മിലുള്ള യുദ്ധം തന്നെയായിരിക്കും.